ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലീ 2024 സമാപന ചടങ്ങുകളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. വേക്കൻസി സീറ്റ് അലോട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തു, വേക്കൻസി സീറ്റ് അലോട്ട്മെന്റും വന്നു. 20-ാം തീയതി വരെ ജോയിൻ ചെയ്യാനുള്ള ടൈം തന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന വേക്കൻസിയിലേക്ക് വേക്കൻസി സ്ട്രേ ഫില്ലിംഗ് അലോട്ട്മെന്റ് ഉണ്ടാവും. അത് വളരെ കുറച്ച് സീറ്റുകൾ ഉണ്ടാവും. അതിലേക്ക് നടത്തി ഈ വർഷത്തെ അഡ്മിഷൻസ് കംപ്ലീറ്റ് ക്ലോസ് ആവും. ഇനി അങ്ങോട്ട് ക്ലാസ്സുകളാണ്. ഇനി അടുത്ത ഏതാ? ക്ലീ 2025. ക്ലീ 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് കുട്ടികളൊക്കെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടായെന്ന് അറിയാം. സോ ഗൈസ് വെയിറ്റ്, നമ്മളിനി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്ലീ 2024 എനിക്ക് തന്ന സപ്പോർട്ട്, എനിക്ക് വളരെ ഓവർവെൽമിംഗ് ആയിട്ടൊരു സപ്പോർട്ട് എനിക്ക് തന്നത്. ഓക്കെ, അത് നിങ്ങൾ ക്ലീ 2025 തരണം എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു, സാർ എനിക്ക് ഇന്ന കോളേജ് കിട്ടി, എനിക്ക് ആഗ്രഹിച്ച അടുത്ത് തന്നെ കിട്ടി, താങ്ക് യു സാർ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു. ഗൈസ് ഐ എം വെരി മച്ച് ഹാപ്പി. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ അത്രയും ഹാപ്പിനെസ്സിനോടെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ കൊണ്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മെന്റർഷിപ്പും കൊണ്ട് ആർക്കെങ്കിലും ഒരു യൂസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരാളുടെ ഡ്രീം അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം മാറുന്നുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് ചെയ്ത് ആഗ്രഹിച്ച് കോളേജിൽ പഠിക്കുന്നവരല്ല, ഇനി അടിപൊളിയായിട്ട് പഠിച്ചോ, 5 വർഷം 3 വർഷം ഉണ്ട്, അടിപൊളിയായിട്ട് കോഴ്സ് പഠിച്ച് നല്ലപോലെ എന്ത് ചെയ്യുക, നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേറെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി, അവരെയാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. ആഗ്രഹിച്ച റാങ്ക് കിട്ടാതെ വന്നത് പല കാരണങ്ങൾ കൊണ്ട്, ആഗ്രഹിച്ച കോളേജ് കിട്ടാത്തത്, അവരെയാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗൈസ് ഡോണ്ട് വറി, നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാം നിങ്ങൾ ചെയ്യും ഇല്ലേ, നിങ്ങളെ കൊണ്ട് ആവുന്ന എല്ലാം ചെയ്യും. ചില പല റീസൺസ് ഉണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഉഴപ്പ് കാണിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ നെഗറ്റീവ്സ് വരുത്തി. ഡോണ്ട് വറി, ഈ റീസൺസ് പലതും ഉണ്ട്. ഞാൻ ആ റീസൺസിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാം നിങ്ങൾ ചെയ്യും. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഡൗൺ ആവണ്ട. ആഗ്രഹിച്ച ഒരു സാധനത്തിന് പഠിച്ച് അത് കിട്ടാതാവുമ്പോൾ ഒരു വിഷം അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഗൈസ് ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ചാൽ ഇതൊക്കെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഇൻറ്റൻസിറ്റി, നിങ്ങൾക്ക് LLB പഠിക്കണം എന്നുള്ളൊരു ഇൻറ്റൻസിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടോ, അടുത്ത കൊല്ലം നമുക്ക് എഴുതി നേടാൻ, നമുക്ക് എൻട്രൻസ് ഈ വർഷത്തോടെ അവസാനിക്കൊന്നുമില്ല, അടുത്ത വർഷമുണ്ട്. അടുത്ത വർഷം എഴുതി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേടിയെടുക്കാന്നേ. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോ, ഞാൻ പറഞ്ഞു LLB പഠിക്കുക എന്നുള്ളത് വലിയ ഡീലൊന്നും അല്ല. LLB പഠിക്കാൻ ഇപ്പോൾ പൈസ കൊടുത്താലും പല സ്ഥലത്ത് അഡ്മിഷൻ കിട്ടും നമുക്ക്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. LLB ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പഠിച്ച് ഏറ്റവും ബെസ്റ്റ് എക്സ്പോഷർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് മാറ്റർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ, അതാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കൊല്ലം കിട്ടിയില്ല, വെരി ഡൗൺ ആവണ്ട. ഒരുപാട് കളിയാക്കലുണ്ടാവും, തമാശകളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കുത്തുവാക്കുകളുണ്ടാവും. ഗൈസ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇതൊക്കെ ഡീൽ ചെയ്യണം. ഇതൊക്കെ ഡീൽ ചെയ്ത് ഇതൊക്കെ തരണം ചെയ്താലാണ് നമുക്ക് ജീവിതം ഉണ്ടാവും. ആരും കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ആരും ഒന്നും നേടിയിട്ടില്ല. ഈ കളിയാക്കലും ആട്ടും തുപ്പൊക്കെ കേട്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. സോ ഗൈസ് ഡോണ്ട് വെറി. 2 മാസം ഇല്ല, 1.5 മാസം കൂടെ ഈ വർഷം കഴിഞ്ഞു. ജാനുവരി മുതൽ അടുത്ത എൻട്രൻസിൻ്റെ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യും. ഇല്ല, അടുത്ത എൻട്രൻസിൽ ആദ്യം ക്യുസായിട്ട് ഹോട്ടലിൽ വിളിച്ചോളൂ. നിങ്ങളിരുന്ന് പഠിച്ചോ, പഠിച്ചിട്ട് അടുത്ത വർഷം എഴുതിയേടാം. ഞാൻ പറഞ്ഞില്ലേ, വിക്രമാദിത്യ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ദുൽഖർ സൽമാൻ പറയുന്നുണ്ട്, ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും, വീണ്ടും ഓടുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു തോൽവി ഉണ്ടായി, നിങ്ങൾക്കൊരു പരാജയം ഉണ്ട്, നിങ്ങൾ അത് ആലോചിച്ചു നിങ്ങൾ എന്ത് ചെയ്യും, അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അങ്ങനെ തിങ്കിയൊന്നും വേണ്ട. ഞാനിത് ആഗ്രഹിച്ചു, എനിക്കിത് വേണം, എന്ത് തല പോയിട്ടാലും ഞാൻ നേടിയെടുക്കുമെന്ന് വിചാരിച്ചാൽ അവിടെ നിങ്ങൾ വിജയിച്ചു. ഓക്കെ, അപ്പോൾ തോൽവി എന്ന് പറയുന്ന ഒരു ടെമ്പററി ഫീലിംഗ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കളിയാക്കലും കുത്തുവാക്കലും, നമുക്ക് 2 ചെവിയുണ്ട്. ഒരു ചെവിയൂടെ കേൾക്കുക, മറ്റേ ചെവി കൂടെ ഉണ്ട്. ഓക്കെ, ഈ 2 ചെവിക്ക് അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അടുത്ത വർഷത്തെ എൻട്രൻസ് നമ്മൾ ക്ലീ 2025 കണ്ടന്റുകളൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊന്ന് കാര്യമായിട്ട് പഠിച്ചാൽ മതി. പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് ഇനി എത്ര ഓപ്ഷൻസ് ഉണ്ട്. ഈ കൊല്ലം 2000 റാങ്ക്, ഈ കൊല്ലം 1000 റാങ്ക്, കുഴപ്പമില്ല. അടുത്ത കൊല്ലം അത് പഠിച്ച് 200, 20, 10 ഒക്കെ ആക്കിയ ഇഷ്ടമുള്ള കോളേജ് കിട്ടില്ലേ നമുക്ക്, ഒരു പ്രശ്നമില്ല. നല്ല മെറിറ്റിൽ ഗവൺമെൻറ് കോളേജിൽ നല്ല ഉഷാറായിട്ട് നല്ല ഫ്രീഡത്തോടെ പഠിക്കാം. ഓക്കെ, സോ ഗൈസ് വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആരും ഡെസ്പായി ഇരിക്കുന്നൊന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് ഒരുപാട് പേര്
കാര്യം ചോദിക്കേണ്ടത്, സാറിന് മെൻറ്റർഷിപ്പ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ, സാറിന് ക്ലാസ്സുകൾ കിട്ടുന്ന വല്ല സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. 1 വർഷമൊക്കെ ആയി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. ഈ ഡിസംബർ 26 1 വർഷം ആവുകയാണ്. ഓക്കെ. പക്ഷേ അതിന് മുന്നേ ഒരു 7 വർഷമായിട്ട് ഞാൻ എൻട്രൻസ് കുട്ടികളെ ഞാൻ എൻട്രൻസ് കോച്ചിങ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ മെൻറ്റർഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ അഡ്ഹോക്ക് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ LLB വിങ്ങായ അഡ്ഹോക്ക് ലീഗം LLB എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിന് വേണ്ടിയാണ് ഞാൻ മെൻറ്റർഷിപ്പും അതുപോലെ തന്നെ ലീഗൽ ക്ലാസ് എടുക്കുന്നത്. ഞാൻ മാത്രമല്ല വേറെയും വക്കീലന്മാരുണ്ട്, ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരൊക്കെയാണ് ലീഗൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അഡ്ഹോക്ക് ലീഗം LLB എൻട്രൻസ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് ഡിസംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം, ഡെഫിനറ്റ്ലി യു ഗൈസ് ക്യാൻ ജോയിൻ. നിങ്ങൾക്ക് എൻ്റെ മെൻറ്റർഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ ലീഗൽ ക്ലാസ്സുകളും നിൽക്കും. എൻ്റെ ക്ലാസ്സുകളല്ല, മറ്റു എലിജിബിളായ അഡ്വക്കേറ്റ്സ്, അതുപോലെ തന്നെ ഹൈക്കോടതിയിലും ഡിസ്ട്രിക്ട് കോർട്ട് പ്രാക്ടീസ് അഡ്വക്കേറ്റ്സിനൊക്കെ ക്ലാസ് കിട്ടും. നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ആപ്പിലൂടെയാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ക്ലാസ്സുകളുണ്ട്, അതായത് ലൈവ് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് സെഷൻ കയറാൻ പറ്റിയില്ല, വെറിഡ് ആവേണ്ട, തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി ഒരു ദിവസം ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വെച്ച് നിങ്ങൾക്ക് വെറിഡ് ആവേണ്ട റെക്കോർഡ് സെഷൻസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആപ്പിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഹൈ ക്വാളിറ്റി ഹൈ കാലിബർ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കേരളത്തിൻ്റെ എവിടെ ഇരുന്ന് വേണം നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ ക്ലിയർ 2024 വേണ്ടി നമുക്ക് ഒരുപാട് കുട്ടികൾ, പല ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ആപ്പ് യൂസ് ചെയ്ത് LLB പഠിച്ച് ക്ലിയർ ചെയ്ത് നമ്മുടെ 4 ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തന്നെ റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആപ്പിലൂടെ എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ. എക്സാംസ് നമ്മൾ ഓൺലൈൻ ടെസ്റ്റുകൾ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എക്സാമാണ്. അപ്പോൾ നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ടെസ്റ്റുകൾ നമുക്ക് കണ്ടിട്ട്, അത് വീക്ക്ലി ടെസ്റ്റുകളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി മോഡൽ എക്സാം പേപ്പേഴ്സ്, അതുപോലെ എക്സാം ആവുന്ന ടൈമിൽ നമ്മൾ സീരീസ് ഓഫ് മോഡൽ എക്സാംസുകൾ നമ്മൾ നടത്താറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വേറൊരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഫീച്ചറാണ് നമുക്കറിയാം, ഈ എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന ഒരു കുട്ടികളുടെ മെൻറ്റാലിറ്റി എനിക്ക് മനസ്സിലാവും. നമുക്ക് എന്താ പറയുക, നമ്മൾ ഇതിന് ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ഔട്ട് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഡൗൺ ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഫോക്കസ് ഔട്ട് ആയുള്ള പ്രശ്നം എന്താ പറ്റും, നമ്മൾ ഉഴപ്പം നമ്മൾ മടി പിടിക്കാൻ പഠിക്കാൻ. പക്ഷെ ആ മടിയും ഉഴപ്പും നമ്മുടെ ഈ പണിക്ക് പറ്റിയിട്ടതല്ല അല്ലേ. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ആയിട്ട് എന്നാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർമലി കുട്ടികൾ ഇരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോക്കസ് ഔട്ട് ആവുന്ന സാധനം. അപ്പോൾ നമ്മൾ അഡോക്ക് ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ വീക്കിലി എല്ലാ സൺഡേസും നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെയും ഉണ്ട്, മറ്റു അഡ്വക്കേറ്റ്സിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിന്. അതുപോലെ തന്നെ എൻ്റെ മെൻറ്റർഷിപ്പ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സൺഡേസും നമ്മൾ കുട്ടികളുടെ അടുത്ത് പേഴ്സണലൈസ്ഡ് 1-to-1 വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ഇഷ്യൂസ് എന്താണ്, അവരുടെ സ്റ്റഡി എവിടം വരെ പ്രോഗ്രസ് ആയി, നമ്മൾ അവരുടെ കൃത്യമായിട്ട് പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് നമ്മൾ പോകുന്നു. ഓക്കെ. നമ്മുടെ അഡോക്ക് ലേണിംഗ് അല്ലെങ്കിൽ അഡോക്ക് ലീഗം LLB എൻട്രൻസ് കോച്ചിങ് ക്ലാസ് വരുന്ന കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ അവരെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നമ്മൾ നോക്കണം. അല്ലാണ്ട് അവരെ ചുമ്മാ പഠിപ്പിക്കുന്നു, അവർ ക്ലാസ് കൊടുക്കുന്നത് മാത്രം, അവരെ ഓൾറൗണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവർ ഈ പ്രൊഫഷന് ഫിറ്റ് ആയിട്ടുള്ള മാറ്റിയെടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ സെഷൻസ്, മറ്റു ഒരു സ്ഥലങ്ങളിലും കൊടുക്കാത്തൊരു സർവീസ്, നമ്മൾ മോട്ടിവേഷൻ സെഷൻസ് 1-to-1 പേഴ്സണലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്, അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ വർഷം 100 പേരുടെ ഒരു ക്ലോസ്ഡ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ വർഷം ക്ലിയർ 2024 നമ്മളിപ്പോൾ നമ്മളവിടെ പഠിച്ച കുട്ടികൾ ഇപ്പോൾ അഡ്മിഷൻ 4 ഗവൺമെൻറ് കോളേജുകളിലായിട്ടൊക്കെ അഡ്മിഷൻ, തൃശ്ശൂർ, കോഴിക്കോടും എറണാകുളത്തൊക്കെ അഡ്മിഷൻസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷത്തെ ബാച്ച് എന്ന് പറയുന്നത് നമ്മളൊരു 100 കുട്ടികളുടെ ഒരു ക്ലോസ്ഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഇപ്പോൾ 100 പേരെ എടുക്കുന്നു, നമ്മൾ കൃത്യമായിട്ട് അവരെ എന്ത് ചെയ്യുന്നുള്ളൂ പഠിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ. ഞാൻ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും. അതുപോലെ നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. യു ഗൈസ് ക്യാൻ ജോയിൻ ദാറ്റ് ടു. ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന സർവീസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൽ കേട്ട് നിങ്ങൾക്ക് താല്പര്യം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. നമ്മൾ ഈ പറയുന്ന സർവീസുകളെല്ലാം, ഈ പറയുന്ന സർവീസുകളെല്ലാം നമ്മൾ കൊടുക്കുന്ന വളരെ
തുച്ഛമായിട്ടുള്ള ഫീക്കാണ്. ഓക്കെ, നമ്മൾ എല്ലാ കുട്ടികൾക്കും ലീഗൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിക്കോട്ടെ എന്ന ഉദ്ദേശത്തോടെ വളരെ തുച്ഛമായിട്ട് ഫീൽ ഏറ്റവും നമ്മൾ ക്വാളിറ്റി ഒട്ടും കുറയ്ക്കാതെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടാം. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് അതുപോലെ മോട്ടിവേഷൻ സെഷൻസ് ഒക്കെ കിട്ടാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളും അതിലൂടെ കിട്ടാകുമ്പോൾ അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ഞാൻ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോയുടെ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡൗൺ ആവുമൊന്നും വേണ്ട, വിഷമിക്കുകയൊന്നും വേണ്ട. ഒരു മാസം കൂടെ കഴിഞ്ഞ്, ഈ വർഷം കഴിഞ്ഞു, ജാനുവരി മുതൽ അടുത്ത എൻട്രൻസ് വിളിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഒരു മൈൻഡ് മാത്രം മതി. അപ്പോൾ നിങ്ങൾ ആ ഫയർ കീപ്പപ്പ് ചെയ്യാം. നിങ്ങൾക്കത് വേണം, എനിക്കത് നേടിയേ പറ്റുള്ളൂ. ആ ഫയർ നിങ്ങൾ അതങ്ങ് ഫ്ലെയിം ആക്കി നിർത്തുക. അത് കേടാതെ നിങ്ങൾ നിർത്തിക്കുക. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു നന്ദി പറയാനുള്ള, എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിനുള്ള നന്ദി. എനിക്ക് നന്ദി പറഞ്ഞാൽ താങ്ക്സ് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം അത്രത്തോളം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ക്ലീ 2025 നമ്മൾ സെഷൻ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോഴും ഈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ LLB കോളേജുകളിലെ ക്ലാസ്സുകളും കാര്യങ്ങളും അത് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ LLBയിലെ സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്സ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിനെ പറ്റിയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു നമ്മളൊരു ഔട്ട്ലുക്കായിട്ട് നമ്മൾ ഇനി വീഡിയോസ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ക്ലീ 2025 പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഉഷാറാക്കുക. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തവരൊക്കെ ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ.